ലിജോ വർഗീസ് ആണ് പത്രവിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. വളരെ വേഗത്തിൽ നമുക്ക് ഒന്ന് പത്രങ്ങൾ പോയി നോക്കി വരാം. ചന്ദ്രിക പത്രത്തിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കണ്ണീർ മണ്ണ് എന്നാണ് ചന്ദ്രിക ഇന്ന് ഹെഡ്ലൈൻ കൊടുത്തത്. ആ ഹെഡ്ലൈൻ കണ്ടതുകൊണ്ടാണ് ഒന്നാമതായി ആ വാർത്ത പറയാം എന്ന് വിചാരിച്ചത്. 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി, 4 പേരെ കാണാനുണ്ട്, 8 പേരുടെ മൃതദേഹങ്ങൾ കൈമാറി. തൃശ്ശൂർ പൂരം നടത്തിപ്പിൽ ഇന്ന് തീരുമാനമെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചന്ദ്രികയിൽ ഒന്നാം പേജിൽ നിന്നുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അത് ഉറ്റവരെ തേടി എന്നുള്ളതാണ്. ഉള്ളം പുള്ളി നാട് മുണ്ടത്തിക്കോട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മറ്റ് കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിൽ മരവിച്ച മനസ്സോട് നടക്കുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ മാസേഡിൽ തന്നെ മാതൃഭൂമി ആ തരത്തിലാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് കാണാൻ കഴിയും. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മരണഗന്ധം നിറഞ്ഞ പൂരനഗരം എന്നാണ്, കനലുകൾ എന്നാണ് മാധ്യമം അതിന് ഇന്ന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. വളരെ ഗംഭീരമായി തന്നെ അതിനെ ലേഔട്ട് ചെയ്തിട്ടുണ്ട് എന്നത് മാധ്യമം കാണുമ്പോൾ അറിയാം. വെടിക്കെട്ട് ദുരന്തം, മരണം 15, 4 പേരെ കാണാതായി, 4 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. മരിച്ച 8 പേരെ തിരിച്ചറിഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ വാർത്ത. സിറാജിലേക്ക് വരുമ്പോൾ അതിന് മറ്റൊരു തരത്തിലാണ് ആ വാർത്തയെ വെച്ചിരിക്കുന്നത്. വില്ലൻ ചൂടല്ല എന്നാണ്. തിരിച്ചറിയാൻ കഴിയാത്ത 29 ശരീരഭാഗങ്ങളുണ്ട്, DNA ഫലം കാത്ത് കുടുംബങ്ങൾ എന്നുള്ള ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വേനൽ ചൂട് മൂലം സ്ഫോടക വസ്തുക്കൾ തനിയെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കുറവാണെന്ന് അപകട സ്ഥലം സന്ദർശിച്ച പെസോ ഉദ്യോഗസ്ഥർ വിലയിരുത്തി. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുള്ള കാര്യം കൂടി വെച്ചുകൊണ്ടാണ് സിറാജ് ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോയാൽ മിക്ക പത്രങ്ങളിലുമുള്ള വാർത്തകളിൽ ഒന്ന് ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അതിൽ ഏറ്റവും പ്രധാനമായി മാധ്യമത്തിൽ കൊടുത്തിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്: വെടിനിർത്തൽ നീട്ടി US, വെടിവെച്ച് ഇറാൻ എന്നാണ്. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകൾ പിടിച്ചെടുത്തതിൽ ഗുജറാത്തിലേക്കുള്ള കപ്പലും ഇസ്ലാമാബാദ് ചർച്ച അവസാന നിമിഷം റദ്ദാക്കി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സുപ്രഭാതത്തിൽ ആ വാർത്തയിൽ ഹോർമൂസിൽ 2 കപ്പലുകൾ പിടിച്ചെടുത്ത് ഇറാൻ, കപ്പൽ പിടിച്ചെടുക്കൽ ആദ്യം എന്നുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ച് ആ പ്രദേശത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സുപ്രഭാതത്തിൽ ആ വാർത്ത ഉള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മറ്റൊരു വാർത്തയുണ്ട്. അത് EPFOയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഹയർ അട്ടിമറി എന്നാണ്. പുതിയ പെൻഷൻ പദ്ധതിക്ക് നീക്കം, മുൻകാല പ്രാബല്യം അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്യുന്ന തീയതി ലഭിക്കുക നിലവിലുള്ളതിനേക്കാൾ കുറഞ്ഞ തുക, നിർദ്ദേശം സമർപ്പിച്ച 1 വർഷം, നീക്കം നിലവിലെ പദ്ധതി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾക്ക് പുറമെ എന്നുള്ളതാണ്. കേരളത്തിലെ കോഴിക്കോട് എന്ന നിലയിലാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹയർ അട്ടിമറി എന്നാണ് EPFOയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിൽ ഇന്ന് മനോരമയിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള കൗമുദിയിൽ മറ്റൊരു വാർത്തയുണ്ട്. അതിതാണ്: ജലവൈദ്യുതിയെ തോൽപ്പിച്ച് സോളാർ, ഉൽപ്പാദനശേഷി മറികടന്നു പുരപ്പുറ സോളാറിൻ്റെ നേട്ടം. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇടുക്കി ഉൾപ്പെടെ ജലവൈദ്യുത പദ്ധതികളുടെ സ്ഥാപിത ശേഷി, അതായത് 2196.36 മെഗാവാട്ടാണ് മാർച്ച് 31 ഉള്ളതെങ്കിൽ സോളാറിൻ്റെ ശേഷി അത് 2215.59 ആണ് എന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ ആളുകൾ സോളാർ വെക്കുകയും അതിൽ നിന്ന് അതുകൊണ്ട് തന്നെ സോളാർ വൈദ്യുതി കൂടുതലായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കേരളം മാറി എന്നുള്ള വാർത്തയാണ് ഇന്ന് കേരള കൗമുദി ഒരു പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം മറ്റൊരു വാർത്ത ഉള്ളത് മെട്രോ വാർത്തയിലാണ്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നതാണ്. പൊതുക്രമത്തെ ബാധിക്കാത്ത ആചാരങ്ങൾക്ക് സംരക്ഷണമുണ്ട് എന്ന് സുപ്രീം കോടതി നിരീക്ഷണമാണ് പറയുന്നത്. മതപരമായ ആചാരങ്ങൾ ധാർമ്മികതയ്ക്കും പൊതുക്രമത്തിനും ആരോഗ്യത്തിനും വിരുദ്ധമാകാത്തിടത്തോളം അവയ്ക്ക് ഭരണഘടനാ പ്രകാരമുള്ള സംരക്ഷണമുണ്ടെന്ന് കോടതി പറഞ്ഞു എന്നുള്ള ഒരു കോടതിയുടെ നിരീക്ഷണം ആണ് ഇന്ന് മെട്രോ വാർത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയായി 1-ാം പേജിൽ തന്നെ നൽകിയത് നമുക്ക് കാണാൻ കഴിയും. ജനയുഗത്തിലെ വാർത്ത: പ്രധാനമന്ത്രിക്കെതിരായ പരാമർശം, മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് എന്നതാണ്. മോഡിക്കെതിരായ പരാതിയിൽ നടപടിയില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ജനയുഗത്തിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീക്ഷണം അത് കുറെ കൂടി കടുപ്പിച്ച് ആ വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു: മോദിക്ക് തലോടൽ, ഖാർഗെയ്ക്ക് നോട്ടീസ്, ഇരട്ടത്താപ്പയെ നിന്റെ പേരോ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അങ്ങനെ വിളിച്ചുകൊണ്ടാണ് വീക്ഷണം ആ വാർത്ത ഇന്ന് കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റു പത്രങ്ങളിലൊന്നുമില്ലാത്തൊരു വാർത്ത ദേശാഭിമാനിയിലുണ്ട്. അത് ന്യായമായ വേതന വർധന, ഉത്തരാഖണ്ഡിലും തൊഴിലാളി പ്രക്ഷോഭം എന്ന വാർത്തയാണ് ഉള്ളത്. നേരത്തെ ഉത്തർപ്രദേശിലും ഹരിയാനയിലുമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ തൊഴിലാളി പ്രക്ഷോഭം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡിലും അത്തരത്തിൽ തൊഴിലാളി പ്രക്ഷോഭമുണ്ട് എന്ന് ദേശാഭിമാനിയിൽ അത്തരത്തിലൊരു വാർത്ത നമുക്ക് കാണാൻ കഴിയും. മാതൃഭൂമിയിലൊരു വാർത്ത കൂടി ഉള്ളത് അത് ഇങ്ങനെയാണ്:
ഇനി അവസരമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തപാൽ വോട്ട് തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥരിൽ പോസ്റ്റൽ വോട്ടുകൾ ചെയ്യാത്തവർക്കായി ഇനി സൗകര്യമൊരുക്കാനാകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാര്യം കൂടി മാതൃഭൂമിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയിലെ 2 എഡിറ്റോറിയൽ കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ മാതൃഭൂമിയിലെ എഡിറ്റോറിയൽ ഇങ്ങനെയാണ്: സംബോധനത്തിലെ അപക്വത എന്നാണ്. ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രിമാർ രാജ്യത്തോട് നടത്തുന്ന സംബോധനകൾ സവിശേഷ സാഹചര്യത്തിലാണ് ഉണ്ടാവുക. എന്നാൽ കഴിഞ്ഞ ദിവസം വനിതാ ബില്ലും അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയ ബില്ലുമായി ബന്ധപ്പെട്ട ആ ബില്ല് പരാജയപ്പെട്ടതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ ശകാരിക്കുന്നത് ശരിയല്ല എന്നാണ് സംബോധനത്തിലെ അപക്വത എന്ന് മാതൃഭൂമിയിൽ നിന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. മാധ്യമത്തിലും എഡിറ്റോറിയൽ, അതും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. ഇതിങ്ങനെയാണ്: മോദി സർക്കാരിൻ്റെ നയതന്ത്ര പരാജയമെന്നാണ്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങാനാവാത്ത ചുങ്കം ചുമത്താനുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനത്തോടും പരമാവധി വിധേയത്വത്തോടെയായിരുന്നു നമ്മുടെ സർക്കാരിൻ്റെ പ്രതികരണം എന്നാണ് മാധ്യമത്തിലെ എഡിറ്റോറിയൽ പറയുന്നത്. നീതിയും നിഷ്പക്ഷതയും മനുഷ്യത്വവും കളഞ്ഞു കുളിച്ചുകൊണ്ട് ഈ വിദേശ നയത്തിൻ്റെ സ്വാഭാവിക ഫലമാണ്. അപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളിൽ ഒരു പങ്കും വഹിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം പറയുന്നു. നമുക്ക് നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് നിർത്തുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അതിൻ്റെ ഹെഡ്ലൈൻ മാത്രമേ വായിക്കുന്നുള്ളൂ. കരിമരുന്നിൻ്റെ കനൽ പാഠങ്ങൾ എന്ന പേരിൽ സുപ്രഭാതവും എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ തൃശ്ശൂർ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ടാണ്. പുതിയ കാലത്ത് പുതിയ തരത്തിൽ ഇത്തരം ആഘോഷങ്ങൾ നടത്തണമെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് സുപ്രഭാതം ആ എഡിറ്റോറിയൽ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സേതുലേക്ക്. ശരി.